ഹലോ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ എങ്ങനെയാണ് നമ്മുടെ ഇലക്ഷൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ അത് ഓരോ സമയത്ത് അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയാമെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വെബ്സൈറ്റാണ് result.eci.gov.in എന്ന രീതിയിൽ നിങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. അതിൽ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനുശേഷം നമ്മൾ ഓപ്റ്റ് ചെയ്തിട്ട് വേണം ഓരോരോ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഏറ്റവും ബെറ്റർ നമ്മുടെ ന്യൂസ് ചാനലും കാര്യങ്ങൾ നോക്കുന്നത് തന്നെയാണ് കേട്ടോ. കാര്യം എല്ലാ ന്യൂസ് ചാനലുകളായാലും മറ്റ് ഓൺലൈൻ ചാനൽസ് ആയാലും എല്ലാം വളരെ ആക്റ്റീവായിട്ട് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അപ്പോഴുള്ള ഓരോ ലേറ്റസ്റ്റ് വിവരങ്ങൾ നമുക്ക് തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്നിരുന്നാലും അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇതിൽ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. ഇതിൽ ബൈ ഇലക്ഷൻസിൻ്റെയും അതുപോലെ നമ്മളെ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ ഒക്കെ. അപ്പോൾ അതിൽ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇങ്ങനെ ഒരു 3 ഓപ്ഷൻസ് കാണും. പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി, ജനറൽ, പിന്നെ അസംബ്ലി, അതുപോലെ അസംബ്ലി ബൈ ഇലക്ഷൻ ഉണ്ടാവും. നമുക്ക് വേണ്ടത് ജനറൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണ്. അതിൻ്റെ റിസൾട്ട് കാര്യങ്ങൾ ഇവിടെ താഴെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കാണിക്കുന്നത് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് താഴെയായിട്ട് അതിൻ്റെ ഒരു അറ്റ് ഗ്ലാൻസ് നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് കാണാവുന്ന രീതിയിൽ 543 ലോക്സഭാ മണ്ഡലങ്ങളുണ്ടെന്ന് നമുക്കറിയാം. അതിൽ ഓരോ പാർട്ടിയും അപ്പോൾ ഇവിടെ ഇപ്പോൾ BJP, INC ഓരോ കളർ വൈസായിട്ട് കാണിച്ചിട്ടുണ്ട്. അതിൽ മൗസ് ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ഫോണിലാണെങ്കിലും ആ രീതിയിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിനും ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് കാണിക്കും. പിന്നെ പാർട്ടി വൈസായിട്ട് എത്ര വോട്ടുകൾ, ശതമാനങ്ങളിലെ മാറ്റങ്ങളുണ്ട്, കാര്യങ്ങൾ തുടങ്ങിയത് എത്ര വോട്ടുകൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ശതമാനങ്ങളും നിരക്കുകളും കാര്യങ്ങളും എല്ലാം ഇതിൽ കാണിക്കും. അതുപോലെ തന്നെ ഈച്ച് പാർട്ടി, ഇന്ത്യയിലുള്ള എല്ലാ പാർട്ടീസും ടോട്ടൽ എത്ര സീറ്റുകൾക്ക് മത്സരിച്ചിട്ടുണ്ട്, അതിലെത്ര എണ്ണം ജയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ലീഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഇതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു ഫസ്റ്റ് പേജിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതിലൊരു ഓപ്ഷൻ ഉള്ളതാണ്, നമുക്ക് അതിൽ സെലക്ട് സ്റ്റേറ്റ് വൈസ് എന്നുണ്ട്. അതായത് ഓരോ സംസ്ഥാനങ്ങൾ പരമായിട്ട് ഓരോ സ്റ്റേറ്റ് വൈസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസൾട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ കേരള സെലക്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈ രീതിയിലെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. കേരളത്തിലെ മൊത്തം 20 സീറ്റ് ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അതിൽ ഓരോ പാർട്ടികളും എത്ര സീറ്റുകളിലാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് ഇറങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഓരോ പാർട്ടി വൈസായിട്ട് തന്നെ എത്രത്തോളം സീറ്റുകൾ ലീഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ സിമ്പിളായിട്ട് ആദ്യം കാണിച്ചിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ ഒരു മാപ്പിംഗ് കാണാം നമുക്ക്. പിന്നീട് അതുപോലെ തന്നെ ഓരോ പാർട്ടിയും കിട്ടിയ നമ്മൾ നേരത്തെ കാണിച്ച പ്രകാരം തന്നെ കളറായിട്ട് അതിൻ്റെ ഡയഗ്രാംസും കാര്യങ്ങളൊക്കെ അതിൽ കാണാം. പിന്നെ അതിൽ വേറൊരു ഓപ്ഷൻ ഉള്ളതാണ് സെലക്ട് കോൺസ്റ്റിറ്റ്യുവൻസി എന്നുണ്ട്. അതായത് ഏത് നിയോജക മണ്ഡലമാണോ നമ്മൾ അത് വൈസ് നമുക്ക് ഓരോ നമുക്ക് ജില്ലകൾ തിരഞ്ഞെടുത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ കോൺസ്റ്റിറ്റ്യുവൻസി. ഇപ്പോൾ നമ്മൾ കോഴിക്കോട് സെലക്ട് ചെയ്തു. കോഴിക്കോടിലിപ്പോൾ ലീഡ് ചെയ്തിരിക്കുന്നത് MK രാഘവൻ എന്നുള്ള ഒരാളാണ്. അപ്പോൾ MK രാഘവന് ഇപ്പോൾ എത്ര വോട്ട് കിട്ടി, അത് എത്ര അതിൽ പ്ലസ് ഇട്ട് കണ്ടിട്ടുണ്ടല്ലേ ആയിരുന്നില്ല, അത് എത്രത്തോളം ഭൂരിപക്ഷത്തിലാണ് ജയിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളവരത് എല്ലാവരും കാണാൻ പറ്റും. എത്രത്തോളം അത് മൈനസ് ആണെന്നുള്ളതാണ്, എത്ര ഭൂരിപക്ഷം കുറവാണെന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അങ്ങനെ ഓരോ സ്ഥാനാർത്ഥികൾക്കും എത്ര വോട്ടുകൾ വീതം കിട്ടിയെന്നുള്ളതും എത്ര വോട്ടിനാണ് അവർ ലീഡ് ചെയ്ത് നിൽക്കുന്നുള്ളതും എത്ര വോട്ടുകൾക്കാണ് അവർ പിന്നിൽ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് ഓരോരോ ജില്ലാ പ്രകാരം ഓരോ കോൺസ്റ്റിറ്റ്യുവൻസി പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാൻ പറ്റും. ഓരോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൽ അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും അവർ ഏത് പാർട്ടിയാണെന്നുള്ളതും എത്ര വോട്ടുകളാണെന്നുള്ളതും അവരുടെ പേര് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കും. അങ്ങനെ നമുക്ക് എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയും നമ്മൾ കേരളത്തിലുള്ള എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയും നമുക്ക് നോക്കാൻ പറ്റും. ഇപ്പോൾ മലപ്പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ ലീഡിംഗ് ആയി നിൽക്കുന്നത് ഇപ്പോൾ ET മുഹമ്മദ് ബഷീർ, അവർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. 2 ലക്ഷത്തി സംതിങ് വോട്ടിനാണ് മുന്നോട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഇലക്ഷൻ റിസൾട്ടൊക്കെ കഴിഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഓരോരോ പാർട്ടികളും അപ്പോൾ ആ മലപ്പുറം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വരുന്നത് അങ്ങനെ എല്ലാ രീതിയിലും. അപ്പോൾ നമ്മളിപ്പോൾ തിരുവനന്തപുരം അങ്ങനെ എന്തെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏതൊക്കെ സ്ഥാനാർത്ഥിയുണ്ട്, ഇപ്പോൾ ലീഡിംഗ് ആയിട്ടുള്ള സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ്, അവരുടെ വോട്ടിംഗ് ഷെയർ എത്രത്തോളം വരുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അത് അനലൈസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ന്യൂസ് ചാനൽസിലും മറ്റൊക്കെയായാലും ഓരോരോ പെട്ടെന്ന് വാർത്തകളായതുകൊണ്ട് അവനെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഓരോരുത്തരും ഡീറ്റെയിൽ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ സെർച്ച് ചെയ്ത് നോക്കിയാണ്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് കാണിക്കാൻ പറ്റും. ഇത് ഓരോ അപ്ഡേറ്റ്സും നല്ല രീതിയിൽ നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ അപ്ഡേറ്റ്സും ഉടനത്തിൻ്റെ ഇതിലും വരുന്നുണ്ട്. ഇതിൽ നോക്കിയിട്ട് തന്നെയാണ് പല ചാനലുകളൊക്കെ എന്ത് ചെയ്യുന്നത്, നമുക്ക് അതിൻ്റെ റിപ്പോർട്ടുകൾ ഓരോരോ സമയത്തുണ്ട്. പിന്നെ ഇതിന് അടിയിലൊരു ഓപ്ഷൻ ഉണ്ട്, ഓൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അറ്റ് എ ഗ്ലാൻസ് എന്നുള്ള രീതിയിലുണ്ടാവും. എല്ലാ നിയോജകമണ്ഡലവും സിമ്പിളായിട്ട് നമുക്ക് കാണാവുന്ന രീതിയിലും ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റും ഇതിൽ ഏതാണ് നിയോജക മണ്ഡലം. ഇപ്പോൾ ആലപ്പുഴ, അതിൽ ആ ലീഡിംഗ് കാൻഡിഡേറ്റ് ആരാണെന്നുള്ളതും ലീഡിംഗ് പാർട്ടി ഏതാണെന്നുള്ളതും അതിൻ്റെ ഓപ്പോണൻറ്റ് പാർട്ടി ഏതാണ് ട്രയലിംഗ് പാർട്ടി എന്നുള്ളതും പിന്നെ അവരേതാണ് പാർട്ടി എന്നുള്ളതും ഇപ്പോൾ എത്ര വോട്ടിനാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ എന്താണ് സ്റ്റാറ്റസ്, അതായത് ജയിച്ചിട്ടുണ്ടോ ഇപ്പോഴും നമ്മുടെ
വോട്ട് എണ്ണൽ തുടർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിലൊക്കെ കാണിക്കുക റിസൾട്ട് ഇൻ പ്രോഗ്രസ് എന്നാണ്, അതായത് വോട്ട് എണ്ണിക്കൊണ്ടേ ഇരിക്കുകയാണ്, ഇപ്പോഴും ഫൈനൽ ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെയും എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും എന്തുണ്ടാവും ഇതിലുണ്ടാവും. അപ്പോൾ എല്ലാ നിയോജകമണ്ഡലത്തിലും ഏതാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് നമുക്ക് സിമ്പിളായിട്ട് ജസ്റ്റ് ക്ലിക്കിൽ തന്നെ കാണാനും പറ്റും. അങ്ങനെയുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് നിങ്ങളുടെ അറിവിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ.